ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം വാതിലുകളെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. യെരുശലേമിൻ്റെ വാതിലുകൾ പൊളിഞ്ഞും അത് നശിച്ചും കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ നെഹമ്യാവ് ആദ്യം അതിനെക്കുറിച്ച് കരഞ്ഞു, ഉപവസിച്ചു, തെറ്റുകളെ ഏറ്റുപറഞ്ഞു. അതിനുശേഷം യിരെമ്യാവും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാവരും കൂടി അവർ വാതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന വാതിലുകളും തീ വെച്ച് ചുട്ട് കിടക്കുന്ന വാതിലുകളും പണിയുവാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ നാം ഈ ദിവസങ്ങളിൽ 9 വാതിലുകളെക്കുറിച്ച് പഠിച്ചു. 9ാമത്തെ കിഴക്കേ വാതിൽ. അതിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഈ കിഴക്കേ വാതിൽ എന്നതിനെക്കുറിച്ച്, ഈസ്റ്റ് വാതിൽ, ഈ വാതിൽ കൂടി കർത്താവ് വരുമെന്ന് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് ഈ വാതിൽ എപ്പോഴും അവർ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരുടെ മധ്യം വന്നെങ്കിലും അവർക്ക് കർത്താവിനെ മനസ്സിലായില്ല. അതുകൊണ്ട് അവർ കർത്താവിനെ സ്വീകരിച്ചില്ല. അതിന് പകരമായിട്ട് അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അതുകൊണ്ട് അവൻ ജാതികൾക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു എന്ന് നാം കണ്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ആ വാതിലിനെ കാണിക്കുന്ന കർത്താവ് എത്രയും വേഗം വരും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് വരും. നാം കണ്ടു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരികയും മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരാൽപ്പാൻ സ്വർഗത്തിലാകുകയും ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. അങ്ങനെയുള്ള ആ നിമിഷത്തിനായിട്ട് നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹൂദന്മാർ ഒരുങ്ങാത്തതുകൊണ്ടാണ് അവർക്ക് കർത്താവ് വന്നപ്പോൾ കർത്താവാണ് വന്നതെന്ന് മനസ്സിലാകാതെ ഇരിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഒരുങ്ങണം. അപ്പോൾ നമുക്ക് എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കാം. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ഇവിടെ നാം കാണുന്നത്, ഉറങ്ങിക്കിടന്നാൽ കർത്താവിന് നമ്മളിൽ കൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യം. അവിടെ ലവദോക്യ സഭയെക്കുറിച്ച് പറയുകയാണ്. വിശ്വസ്തനും സത്യവാനുമായി സാക്ഷ്യമായ ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവർ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനും ഉഷ്ണവാനും ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനും അല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമ്മണ്ട് കളയും. ആ ഒരവസ്ഥയാണ് ഉറങ്ങിക്കിടക്കുന്നവരുടെ അവസ്ഥ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. ഞാൻ ധനവാൻ സമ്പന്നായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ നീ സമ്പന്നാകേണ്ടതിന് തീയിലൂതിക്കഴിച്ച പൊന്നും നിൻ്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളി ഉടപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അതാണിപ്പോൾ വേണ്ടത്. അവരുടെ അവസ്ഥ ഇതാണ്, ഉറങ്ങിക്കിടക്കുന്നവൻ്റെ അവസ്ഥ. അല്ലെങ്കിൽ അതുകൊണ്ടാണ് കർത്താവ് വരുന്നത്, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങിക്കിടന്നാൽ ഉറങ്ങിക്കിടക്കുന്നത് മരിച്ചു കിടക്കുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, അപ്പോൾ കർത്താവ് നിൻ്റെ മേൽ പ്രകാശിക്കും. ഇവിടെ ദൈവം അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ധനവാനാണ്, എനിക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് നീ ഇപ്പോൾ എന്നാൽ നിനക്കൊന്നുമില്ല. അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ വചനം നീ വായിക്കുകയും പഠിക്കുകയും ആ തീയിൽ ഊതിക്കഴിച്ച പൊന്ന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർത്തെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് ഇവിടെ പറയുകയാണ്. രണ്ടാമതായിട്ട് ഒന്നാമതായിട്ട് നാം ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ലോകത്തിലാക്കിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളത് നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചതിൻ്റെ ഉദ്ദേശം.
തൻ്റെ അത്ഭുത പ്രകാശങ്ങളെ നമ്മൾ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക, ദൈവത്തെക്കുറിച്ച് ഘോഷിക്കുക, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, ദൈവത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയുക. അതാണ് ദൈവം നമ്മളെ വിളിച്ച ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സമരിയക്കാരി സ്ത്രീയോടുള്ള ബന്ധത്തിൽ അവളവിടെ പാത്രവും വെച്ചിട്ട് അവൾ ഓടിപ്പോവുകയാണ്. അവൾ പട്ടണത്തിലുള്ളവരെ മുഴുവനും കർത്താവിലേക്ക് നേടുന്നതായിട്ട് കാണുന്നു. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ നാം സുവിശേഷം പറയുന്നതിൽ ഒട്ടും മടുപ്പില്ലാതെ നാം സുവിശേഷം പറയുന്നവരായിരിക്കും, കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരായിരിക്കും. മൂന്നാമതായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ 1 പത്രോസ് 1:15 വാക്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കർത്താവ് വിശുദ്ധനാണ്. കർത്താവ് വരുവാൻ പോവുകയാണ്. നമ്മൾ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് അവനോട് കൂടെ ആ ബന്ധത്തിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ സാധിക്കത്തില്ല. അപ്പോൾ കർത്താവ് വരുന്നു എന്നറിയുന്നതുകൊണ്ട്, നമ്മുടെ കർത്താവ് വാതിക്കലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മളെ തന്നെ വിശുദ്ധരാക്കി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നാലാമതായിട്ട് ഒരു കാര്യവും കൂടെ ഉണ്ട്. നാം സൽപ്രവൃത്തികൾ ചെയ്യണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് എഫെസ്യ ലേഖനത്തിൽ പറയുന്ന, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നമ്മളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നാണ് പറയുന്നത്. നമ്മളെ വിളിച്ചത് തന്നെ അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ വേണ്ടിയാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവിടെ പറയുന്നത് 3 മുതൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവൻ മുന്നൊരുക്കിയിരിക്കുന്നു. അതേ നമ്മെ ഈ ലോകത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കിയത് നാം സൽപ്രവൃത്തികൾ ചെയ്യേണ്ടതിനാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും സൽപ്രവൃത്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കർത്താവ് സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിച്ചു. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കളും വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കുക. അത് ഒന്നാമതായിട്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മളെ സൽപ്രവൃത്തികൾക്ക് വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പാകെ സൽപ്രവൃത്തികൾക്ക് മാതൃകയുള്ളവരായിട്ട് തീരണം. രണ്ടാമതായിട്ട് അവൻ നമ്മെ 14-ാം വാക്യത്തിൽ, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി. സൽപ്രവൃത്തികളിൽ നാം ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം എന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല അതിൻ്റെ 14-ാം വാക്യത്തിൽ, നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകാതെ അത്യാവശ്യ സംഗതികൾ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കണം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം, നാം മാതൃകയുള്ളവരായിരിക്കണം, മുമ്പരായിരിക്കണം. മാത്രമല്ല ഈ അവിടെ ദൈവത്തിൽ വിശ്വസിച്ചോ സൽപ്രവൃത്തികൾ ആയിരിക്കാൻ കരുതേണ്ടതെന്ന് നീ ഇത് ഉറപ്പിച്ച് പറയണം. നമ്മുടെ ജീവിതത്തിൽ നാം സൽപ്രവൃത്തികളിൽ മുമ്പരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് ഏറ്റവും വാതിക്കൽ നിൽക്കുകയാണ്. കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം. കർത്താവ് വരുമ്പോൾ യഹൂദന്മാർക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റാതിരിക്കുന്നതിന് അവർ കതവൊക്കെ അടച്ച് ഭദ്രമാക്കി കർത്താവിൻ്റെ വരവിനായി കാത്തിരുന്നു. എന്നാൽ കർത്താവ് വന്നപ്പോൾ കർത്താവാണ് വരുന്നതെന്നറിയാതെ അറിയാത്തതുകൊണ്ട് അവർ കതവ് തുറന്നു കൊടുത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്കും നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങിയിരിപ്പാൻ എങ്ങനെ നമുക്ക് ഒരുങ്ങാൻ നോക്കും? നാം ഉറങ്ങാതെ മരിച്ചവരുടെ നിന്ന് ഉണർന്ന് നമ്മളിരിക്കേണ്ട ഒന്നാമതായിട്ട് ആവശ്യമുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ സൽപ്രവൃത്തികളെ ഘോഷിക്കുന്നവരായിട്ടിരിക്കണം. മൂന്നാമതായിട്ട് നാം കർത്താവ് വിശുദ്ധരാകുന്ന പോലെ വിശുദ്ധരായിട്ട് ജീവിക്കണം. നാലാമതായിട്ട് നാം സൽപ്രവൃത്തികളിൽ നമ്മുടെ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് സൽപ്രവൃത്തികൾക്കായിട്ടാണ് മനസ്സിലാക്കിക്കൊണ്ട് സൽപ്രവൃത്തികൾ മുമ്പരായിട്ട് ഇരിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.